ഹേയ്, ആരാ നിങ്ങള്? അവിടെ എന്താ ചെയ്യുന്നേ? വലത് മോഷ്ടിക്കാൻ വന്നതാണോ? സംസാരിക്കാൻ വന്നതാ. ഓഹോ, നിങ്ങൾ ആള് കൊള്ളാലോ. ഇവിടുത്തെ മുതലാളിയെ പേരെടുത്ത് വിളിക്കാറായോ? പോവാൻ നോക്ക്. അങ്ങനെ പറയല്ലേ ചേച്ചി, ഞങ്ങളിപ്പോ വലിയൊരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുക. ദയവ് ചെയ്ത് റാം ദേശായി സാറിനെ ഒന്ന് വിളിക്കോ. ഞങ്ങളുടെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്, അവരെ വിടാനാ. നിങ്ങളുടെ മുത്തശ്ശൻ ജയിലിലായതിന് ഞങ്ങളുടെ മുതലാളി എന്താ വേണ്ടേ? ഇവിടുന്ന് പോവാൻ നോക്ക്. റാം, നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. ഓ, സർപ്രൈസ് കൊടുക്കുവാണോ അച്ഛനെ? കൊടുത്തോ കൊടുത്തോ. അച്ഛൻ എപ്പോഴും വിഷമിച്ചാ നിക്കുന്നേ. അവരുടെ മുഖം നോക്കി നിൽക്കാൻ പോലും പറ്റില്ല. നിങ്ങള് അച്ഛന് സർപ്രൈസ് കൊടുത്ത് ഹാപ്പി ആയിട്ട് നിൽക്കാനുള്ളതൊക്കെ ചെയ്തോ. ഇല്ല, ഞങ്ങള് പോകില്ല. ഞാൻ ശ്രീരാം ദേശായിനെ കാണാതെ ഇവിടുന്ന് പോകില്ല, ഇവിടുന്ന് പോകില്ല. ഏയ്, ഇത്രയ്ക്ക് ധൈര്യം നിനക്ക്? പോവാൻ പറഞ്ഞാ പോവില്ലേ? ഏയ് സുബി, ഇവിടെ നിന്നൊന്നും നടക്കില്ല. ഇവരെ നമ്മളെ അകത്ത് പോലും കേറ്റില്ല. വാ, വീട്ടിലേക്ക് പോവാം. അതെ സുബി, വാ നമുക്ക് പോവാം. ഇല്ല, ഇവരെന്തിനാ നമ്മളെ ശ്രീരാം ദേശായിനെ കാണിക്കാത്തത്? അവര് കാരണല്ലേ നമ്മുടെ മുത്തശ്ശൻ സ്റ്റേഷനിൽ കിടക്കുന്നത്. ഇല്ല, എനിക്ക് ശ്രീരാം ദേശായിനോട് ഒരു സംസാരിക്കാൻ പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവില്ലേ? പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞങ്ങള് പോയില്ല. പോവാനാ പറഞ്ഞേ. സിഹി, സിഹി, എഴുന്നേക്ക് സുബി, വേദനിച്ചോ നിനക്ക്? നമ്മള് വന്ന കാര്യം നടക്കില്ല. ഈ വലിയ ആൾക്കാരെ നമ്മളെ ഒന്നും സഹായിക്കില്ല. വന്നേ പോവാം. സിഹി, സിഹി, സീത, ഏയ് സീത, എന്താ പറ്റിയ? നീ എങ്ങോട്ട് ഓടുന്നു? സിഹി ഇവിടെ വീണ് പോയമ്മേ. സീത, സീത, കാവേരി ചേച്ചി, നമുക്ക് മുത്തശ്ശനെയും ജാക്കിച്ചേട്ടനെ വിടണ്ടേ? അതിന് നമുക്ക് വേറെ വഴി നോക്കാം. ഇപ്പൊ വീട്ടിലേക്ക് പോവാം, വാ. സിഹി, സിഹി, സീത, സിഹി, സീത, സിഹി എവിടെ പോയി? സിഹിയോ? അവളിവിടെ വീണിരുന്നല്ലോ. എവിടെ പോയി ഇപ്പോ? അത് സിഹിയല്ല, കുറച്ച് ചേരി പിള്ളേര് വന്നിരുന്നു. ഇല്ല, ഞാൻ കണ്ടതാ. സുബി ഉപദ്രവിച്ചോ നിങ്ങളെ? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. സിഹി, നിങ്ങളുടെ മകളായി തോന്നിയതായിരിക്കാം. ഇല്ല ചെറിയച്ച, ഞാൻ കണ്ടതാ. സിഹി ഇവിടെ ഉണ്ടായിരുന്നു. സീത, സിഹി നിന്റെ കൂടെ അകത്തായിരുന്നില്ലേ? പിന്നെ അവളെങ്ങനെ ഇങ്ങോട്ട് വരാനാ? നീ വേറെ ആരെയോ കണ്ട് സിഹിയാണെന്ന് വിചാരിച്ചതാ. സിഹി അകത്ത് തന്നെയുണ്ട്. നീ അകത്തേക്ക് ചെല്ല്. ശരിയാ, ഞാൻ അവളെ ഉറക്കിയത്. അല്ലാതെ പിന്നെ? വിഷമം തോന്നരുത്. സീതമ്മ സുബിയെ കണ്ടപ്പോ ഞാനാന്ന് കരുതി കാണും. എന്ത് ദുഷ്ടനാ ശ്രീരാം ദേശായി.
മുത്തശ്ശനെ സ്റ്റേഷനിലാക്കിയിട്ട് നമ്മൾ സഹായം ചോദിച്ചു ചെന്നപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവരുടെ വീട് നമ്മുടെ വീട് പോലെയാണോ സുബി? വലിയ വീട്, കട്ടിയുള്ള ചുവര്. റോഡിൽ നിന്ന് ഉറക്ക വിളിച്ച അവരെങ്ങനെ കേൾക്കാനാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഈ സുബിയ ആ ശ്രീറാം ദേശായിയോട് സംസാരിച്ച് മുത്തശ്ശനെ പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. ആ ശ്രീറാം ദേശായിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ അവരോട് തന്നെ പറഞ്ഞേനെ എന്റെ മുത്തശ്ശനെ വിടാൻ. ആ പെണ്ണെന്നെ അവിടുന്ന് തള്ളിവിട്ടില്ലേ, അഹങ്കാരി. വലിയ ആൾക്കാർ അങ്ങനെയാ സുബി. നമ്മളെ ഒന്നും അവരുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല. അവര് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് അവിടെ വരെ പോയത് നമ്മുടെ തെറ്റ. ശരിയാ ചേച്ചി. പക്ഷെ സീതമ്മ അങ്ങനെയല്ല, വളരെ നല്ലവളാ. എന്റെ സീതമ്മയോടൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ അവരെന്നെ സഹായിക്കുമായിരുന്നു. പിന്നെയും തുടങ്ങി തമ്പുരാട്ടി അവളുടെ സീതമ്മ കഥ. എടാ കുട്ടിലിംഗം, നീ എന്നെ അവിടേക്ക് കയറ്റിവിടാൻ സഹായിക്കണമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും പോയി സീതമ്മനെ കണ്ടേനെ. ഞാൻ അവരോട് സംസാരിച്ച് മുത്തശ്ശനെ ഇറക്കിയാനെ. ആ ഇനിയല്ല എന്റെ തലയിലിട്ടോ. നിങ്ങൾ രണ്ടുപേരും വീണ്ടും വഴക്ക് തുടങ്ങല്ലേ. മുത്തശ്ശനെ എങ്ങനെ ഇറക്കണ്ടേന്ന് ആലോചിക്കേ. അത് നമ്മളെ കൊണ്ട് പറ്റുമോ കാവേരി ചേച്ചി? നടക്ക് വീട്ടിലേക്ക് പോവാ. മുത്തശ്ശനില്ലാതെ നമ്മളെങ്ങനെ വീട്ടിൽ പോവും? ഞാൻ വരില്ല. പിന്നെ റോഡിൽ കിടക്കോ? വാ പോവാം. കാവേരി ചേച്ചി, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? എന്നിട്ട് പോലീസുകാരോട് പറയാം മുത്തശ്ശനെ ഒന്ന് വെറുതെ വിടണമെന്ന്. അങ്ങോട്ടൊക്കെ പോയാ തീർന്നു. നേരത്തെ ഞാൻ പോയിരുന്നില്ലേ, അടിച്ചൊടച്ചില്ലെന്നേ ഉള്ളൂ. അയ്യോ, ഞാനൊന്നും വരുന്നില്ല. ദൈവം ഉണ്ടല്ലോ സുബി, ഒരു വഴി അവൻ കാണിക്കും. അച്ഛാ, സീതയെ ഇനിയും ഇങ്ങനെ വിട്ടാ അത് ശരിയാവില്ല അച്ഛാ. അച്ഛൻ പറഞ്ഞ പോലെ സിഹിയുടെ സ്ഥാനത്ത് നിർത്താൻ പറ്റിയൊരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊണ്ടുവരണോ അച്ഛാ. എന്നാ മാത്രമേ ഒരു അമ്മയുടെ മനസ്സിനെ ഭേദാക്കാനാവൂ. ശരിയാണ് അച്ഛാ, എടുത്തതൊരു നല്ല തീരുമാനമാണ്. ഞങ്ങൾക്കാർക്കും തോന്നാത്തൊരു കാര്യമാണ് തോന്നിയത്. സോ എത്രയും പെട്ടെന്ന് ഈ കാര്യം നടക്കണം. അതെ. ഭാർഗവി മാമ ഇതിനെങ്ങനെയാ സമ്മതിച്ചേ? സീത ഭേദാകരെന്നാണല്ലോ അവരാഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് വരണം. തൽക്കാലം ഒരു കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ഏത് കുഞ്ഞ്? അവള് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുവോ? അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട അച്ഛാ. എന്റെ പരിചയത്തിലൊരു അനാഥാലയമുണ്ട്. അവരോട് സിഹിയുടേത് പോലുള്ളൊരു കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞവിടെ ഉണ്ടത്രേ. നാളെ തന്നെ പറഞ്ഞയച്ചോളാന്നും പറഞ്ഞു. നാളെ തന്നെ ആ കുഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരും അച്ഛാ. നാളെ ആ കുഞ്ഞ് നമ്മുടെ അടുത്തെത്തിയ ആ കുഞ്ഞിന് ശരിക്കും ഒരു അമ്മയെ കിട്ടിയ പോലെയാവും. ആ കുഞ്ഞിനെ കണ്ട് നമ്മുടെ സീത ഉറപ്പായിട്ടും നോർമൽ ആവൂ അച്ഛാ. നമ്മുടെ വീട്ടില് വീണ്ടും ചിരിയും കളിയും സന്തോഷമൊക്കെ തിരിച്ചു വരൂ അച്ഛാ. അല്ല മോളെ, ഈ വീടിന്റെ നല്ലതിന് വേണ്ടി ഞാൻ ഒരടി മുന്നോട്ട് വെച്ചാ നീ 100 അടി മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. നിലവിൽ കുഞ്ഞിനെ കൊണ്ടുവരണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. നാളെ തന്നെ ആ കുഞ്ഞ് വീട്ടിലേക്ക് വരാനുള്ള ഏർപ്പാടുകളൊക്കെ നീ ചെയ്തു. നിന്നെ പോലൊരു മരുമകള് വീട്ടിലുണ്ടെങ്കിൽ നല്ലതേ സംഭവിക്കൂ. ചേച്ചി എടുത്തത് വളരെ നല്ല ഡിസിഷനാ. സോ പ്രൗഡ് ഓഫ് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഭാർഗവ്,
അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞ് നാളെ തന്നെ ഇങ്ങോട്ട് വരുമല്ലേ? അതെ, കുഞ്ഞ് നാളെ തന്നെ വീട്ടിലേക്ക്. മുത്തശ്ശ, വേറെ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. സുബിയെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. സുബി വന്ന സീതമ്മയ്ക്കെല്ലാം ഭേദാവും. ഞാൻ പറയുന്ന ആർക്കും കേൾക്കാൻ കഴിയില്ല. ജഗി ചേട്ടാ, മുത്തശ്ശ, നിങ്ങൾ എത്തിയോ? മുത്തശ്ശ, മുത്തശ്ശ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളെ രണ്ടുപേരും പോലീസ് വെറുതെ വിട്ടോ? നിങ്ങൾ എങ്ങനെ പുറത്തിറക്കുമെന്ന് ആലോചിച്ച് തല പൊളിഞ്ഞിരിക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുവാ? ഇതെങ്ങനെയാ മുത്തശ്ശ? എന്താ നിങ്ങളുടെ പ്രശ്നം? ആ ചേരിയിലുള്ളവരെ പണി കഴിയുന്നത് വരെ പുറത്തു വിടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തിനാ വിട്ടത്? ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം? വന്നപ്പോ തൊട്ട് ഒരേ ബഹളം. അവരെ വിടണമെന്ന് പറഞ്ഞ്. FIR ഇടാതെ അധികം നേരം സ്റ്റേഷനിൽ നിർത്താനും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തുമില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു. സത്യ സാർ ഫോൺ എടുത്ത് സംസാരിച്ചു. ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ശ്രീറാം സാറ് സ്റ്റേഷനിലേക്ക് നേരിട്ട് വന്ന് വിട്ടുകൊടുക്കാനും പറഞ്ഞു. ഛീ, എന്റെ ഓരോ വിധിയാ എല്ലാം നശിപ്പിച്ചു തന്നല്ലോ. റാം, എന്തായി? നീ പറഞ്ഞ പിന്നെ കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവരെല്ലാം റിലീസ് ചെയ്തു. അതെയോ? മാത്രമല്ല ആ സ്ലം അവരുടെ പേരിലേക്ക് മാറ്റാനും ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കമ്പനിക്ക് ആ സ്ഥലം വേണ്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു റാം, താങ്ക് യു സോ മച്ച്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാ എനിക്ക് നിങ്ങളെ ഇത്ര ഇഷ്ടം. നിങ്ങളെപ്പോലെ വേറെ ആർക്കെങ്കിലും ആലോചിക്കാൻ കഴിയോ? എത്രയൊക്കെ ആസ്തിയും സമ്പത്തും പണം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം എന്റെ ആക്കണമെന്നുള്ള ആർത്തി ആൾക്കാർക്ക്. പക്ഷെ നിങ്ങളെങ്ങനെയല്ല. യു ആർ സ്പെഷ്യൽ. താങ്ക്സ്. ഈ സന്തോഷത്തിൽ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ സീത? എല്ലാം ഇപ്പോഴേ പറഞ്ഞാ അത് സർപ്രൈസ് ആവുന്ന എങ്ങനെയാ? വാ പോവാം. ഇവളുടെ വാക്കും കേട്ട് ഇത്രയും നല്ല സ്ഥല ചേരിക്കാർക്ക് തിരിച്ചു കൊടുത്തല്ലോ. നീ ഇത്ര വിഡ്ഢിയാണല്ലോ രാമ. നീ അവളുടെ വാക്കും കേട്ട് നടന്നാ അവള് നിന്നെ നശിപ്പിക്കും. പറ മുത്തശ്ശ, നിങ്ങൾ ഇറക്കിയത് ആരാണെന്ന്? ആരാണെന്ന് ഞാനും കണ്ടില്ല മോളെ. ഏതോ ഒരു പുണ്യാത്മാവ് ഇവരെ വിടണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്, പോയിക്കുമെന്ന് പോലീസുകാരും പറഞ്ഞു. എല്ലാം നമ്മുടെ ഭാഗ്യം. അവരാരാണെങ്കിലും മുത്തശ്ശ, അവര് 100 വർഷം സുഖമായിട്ട് ജീവിച്ചിരിക്കണം. അതെ, നിങ്ങളെ എങ്ങനെ ഇറക്കണ്ടേന്ന് അറിയാതെ പേടിച്ച് നിൽക്കായിരുന്നു. ഈ സുബിയാണെങ്കി ആ രാംദേശായിയോട് ചോദിക്കാന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ. ആണോ? ആ മുത്തശ്ശ, അവരെ സഹായിക്കുന്നതിന് പകരം നമ്മളെ വീട്ടിനകത്ത് പോലും കയറ്റിയില്ല, അറിയോ? എത്ര ദുഷ്ടരാ അവര്. വാട്ട് സുബി, അവര് നമ്മളെ സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്ത് അവര് തന്നെ റിലീസ് ചെയ്യോ? ഞാനും അത് പറഞ്ഞതാ ജാക്കി ചേട്ടാ. ഇവളുടെ മണ്ടയിൽ അത് കേറണ്ടേ? ശരി, സാരമില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നല്ലോ, ഞങ്ങൾക്ക് അത് മാത്രം മതി. ഇന്നെങ്ങനെയോ വന്നു. ഇനി ആ ദേശായിമാരുടെ ഗുണ്ടകള്
വീട്ടിലോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. എന്തിനാ മോളെ ഈ സമയത്ത് എന്തിനാ ദീപം തെളിയിക്കുന്നത്? നിങ്ങളെ സഹായിച്ച ആള് സുഖായിട്ടിരിക്കണം, അതുകൊണ്ട് അത് പ്രാർത്ഥിച്ചിട്ടാ ദീപം തെളിയിച്ചേ. ദൈവമേ, എന്റെ മുത്തശ്ശനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് ആരാണെങ്കിലും അവര് സന്തോഷായിട്ട് സുഖമായിട്ടിരിക്കണം. സീത എന്താ ഇതൊക്കെ? ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. സീത കണ്ണു തുറക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. കഴിഞ്ഞോ? ഒരു മിനിറ്റ്. സീത നീ എന്തായി ചെയ്യുന്നേ? റാം, ഒരു മിനിറ്റ് നടങ്ങ്. റാം, ഇനി കണ്ണു തുറക്ക്. എന്താ ഇതെല്ലാം? സർപ്രൈസ്. ഓക്കെ, ബട്ട് ഇതെല്ലാം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ ഇന്ന്? ഞാൻ എന്താ മറന്നുപോയെ? എന്താ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ഡേ നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ആക്കി സെലിബ്രേറ്റ് ചെയ്യാലോ. അതൊക്കെ ശരിയാ, പക്ഷേ ഇത്ര പെട്ടെന്നിങ്ങനെ. ഈ രാത്രി നമ്മുടെ ഡേറ്റ് നൈറ്റ് ആണെന്ന് കരുതിക്കോളൂ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാ ഞാൻ സിഹി ഉറക്കിയത്. സീതമ്മ, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളെ കണ്ടോണ്ടിരിക്കുക. ഇവിടെ നിങ്ങളും ഞാനും മാത്രം. ദിസ് ഇസ് അവർ ടൈം. റാം, ആണോ? ശരി സീതമ്മ, ഞാൻ നിങ്ങളെ രണ്ടുപേരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. ഈ താങ്ക്സ് ഒക്കെ എന്തിനാ? വന്നേ വന്നേ വന്നേ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ പാട്ടൊക്കെ കേട്ട് ഭക്ഷണം കഴിക്കാം. ഹേ റാം, എന്തു പറ്റി? ഒന്നുമില്ല സീത, നീ എനിക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്തല്ല. ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ മുഖത്തിപ്പോ ചിരി കണ്ടല്ലോ. ഇത് കണ്ടിട്ട് ഒരുപാട് ദിവസമായി. നിങ്ങൾക്ക് അതെന്താ ടെൻഷനൊന്നും എനിക്കറിയില്ല. എപ്പോഴും എന്തോ ചിന്തയില്ല നിങ്ങള്. അതുകൊണ്ടാ ഇതൊക്കെ ചെയ്തത്.
ഇന്ന് നിങ്ങൾ എല്ലാ ചിന്തയും മാറ്റിവെച്ച് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചോ. റാം, ഇനി എന്തു പറ്റി? ഒന്നുമില്ല സീത, നീ എനിക്ക് നന്ദി സർപ്രൈസ് എല്ലാം കണ്ട് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. അങ്ങനെ മറക്കാൻ ഞാൻ സമ്മതിക്കോ? വന്നേ, ഭക്ഷണം കഴിക്കാം. ഒരു മിനിറ്റ്, ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ട് വരാം. തുടങ്ങിയാലോ?